ചില മാധ്യമങ്ങൾ ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ഇതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിദ്വേഷം പടർത്തണം എന്നുള്ളതാണെന്ന് ഇവരുടെ ചാനൽ കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എത്രയേറെ പ്രധാന വാർത്തകളുണ്ടായിട്ടും ഉസ്താദ് ഒരു മതനിയമത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ഇവർക്കെല്ലാം വലിയ ചർച്ചാ വിഷയമാക്കേണ്ടത്. അതിനേത് പ്രധാന ചർച്ചകൾ മാറ്റിവെച്ച് വെറും ഒരു വാക്കിൻ്റെ പിന്നാലെ പോയി മുസ്ലിം പണ്ഡിതന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും, ഓരോ മതപണ്ഡിതനും ഇവിടെ അവരുടെ മതകാര്യങ്ങളാണ് പറയുന്നത്, അത് തങ്ങളുടെ മതത്തിൽപ്പെട്ടവരോട്. പക്ഷേ ഇത്തരക്കാർക്ക് എന്തിൻ്റെ കേടാണെന്നറിയില്ല. അവരതാ ഇസ്ലാമിനെ താറടിക്കുവാനുള്ള ഏതൊരവസരത്തെയും കാത്തിരിക്കുകയും അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം മുതലെടുക്കാൻ പറ്റും അത്രയേറെ അതുമായി മുന്നോട്ട് പോകാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാണെങ്കിലോ ഇസ്ലാം മതത്തിൽപ്പെട്ടതുമല്ല. പക്ഷേ ആദർശം തുറന്നു പറയുന്ന ഉസ്താക്കന്മാർക്ക് ഇത്തരക്കാരുടെ ഉടുക്ക് കാട്ടി പീഡിപ്പിക്കലൊന്നും വില പോവില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സമയമൊന്നും ഇവർക്കിപ്പോഴും ആയിട്ടില്ല. ഇവരെല്ലാം ഭയപ്പെടുന്നത് അള്ളാഹുവിനെയും അവൻ്റെ വിധിവിലക്കുകളെയുമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരം ചാനൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ വൃതിചരിച്ചു പോയേനെ. ഹലോ, അൻസാരി അല്ലേ? ഓക്കെ, എൻ്റെ പേര് ഷഹീദ്. ഞാൻ മാതൃഭൂമി ചാനലിലാണ്. പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഒരു ഉമ്മ യാത്ര പോയതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും? അതെ. അപ്പൊ അതിപ്പം ചിലൊരു വിവാദമായി അവരെ കുടുംബം ഷഹീദ് ഞാനേ അവരുടെ മകളുണ്ട് ജസ്റ്റുവിന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ അവിടെ മകളുടെ പേര് ജിഫ്ന എന്ന് പറഞ്ഞ ജിഫ്ന വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ? ഞാൻ കണ്ടു. അത് അവര് പറയുന്നത് കുടുംബത്തിൽ അവർ പറയുന്നത് ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടിക്കപ്പെടുകയാണ്. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകടനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത്. അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അവർക്കുണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് സാമൂഹ്യ വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതെ. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്ന്? ആ വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം? എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ. അല്ല, അത് സമയം ഫിക്സ് ചെയ്യണം. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഈ ചർച്ചക്ക്? അല്ല, അതെന്താ അറിയോ, നമുക്ക് ഓരോ ചർച്ചകളും ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കില്ലെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ വികാരങ്ങൾ നന്നായിട്ട് മനസ്സിലാകും. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്ന് താറടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ. അതിനേക്കാൾ പ്രസക്തമായ ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകരന്മാർ ഇവിടെ പൊതുവെ മുസ്ലിങ്ങൾ മുഴുവനും ഭീകരവാദികളാണ്. ഇത്തരം കാര്യങ്ങൾക്ക് എനിക്ക് ഒരു താല്പര്യമില്ല. മറ്റേ ചർച്ചയ്ക്ക് വിളിച്ചു പറയാം. ഈ ഭീകരന്മാരെ ചർച്ച നന്നായിട്ടൊന്ന് പറയാം. ഓ ശരി.